CSIR ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക്, അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്ക്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചത്. നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ കീഴിലുള്ള, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, ബോഡിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ മിനിമം 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. സോ 5/5/2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 4/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 2 പോസ്റ്റുകളാണുള്ളത്. അതിൽ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS ആണ് കേട്ടോ. MTS പോസ്റ്റാണ് വന്നിട്ടുള്ളത്. MTSൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറലിന് 4, EWSന് 1, OBCക്ക് 2, അതുപോലെ തന്നെ SCക്ക് 1, STക്ക് 1 എന്നിങ്ങനെ വേക്കൻസി റിസർവേഷൻ പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ 9 പോസ്റ്റ് അവിടെ പോയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 9 വേക്കൻസീസ് ആണുള്ളത്. അതുപോലെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10ാം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 33,375 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പർ ഏജ് 25 വയസ്സാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നോൺ ടെക്നിക്കലാണ്. ജനറലിന് ഒരു വേക്കൻസിയാണുള്ളത്. വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് മോട്ടോറും ഹെവി മോട്ടോറും ഉള്ള ലൈസൻസ് വേണം. അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക്സ് അറിഞ്ഞിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗിൽ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. 36,700 ശമ്പളം പറഞ്ഞിട്ടുള്ളത്. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ MTS ബാക്കിയുള്ള ഈ പോസ്റ്റിനൊക്കെ അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങളും അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ജോബ് നേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആസാമിലേക്കാണ് ഇപ്പോൾ ഒരു അപേക്ഷ ഇപ്പോൾ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസിനൊക്കെ ഉള്ള ഈ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും.